ബികോം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി എനിക്ക് PGക്ക് പോവാൻ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ 300 രൂപ ചലാൻ ട്രഷറിയിൽ കെട്ടിയാൽ സർട്ടിഫിക്കറ്റ് കിട്ടൂ. ആ 300 രൂപ പോലും കെട്ടാൻ പൈസയില്ലാതെ, സർട്ടിഫിക്കറ്റ് പോലും വാങ്ങാൻ കഴിവില്ലാതെ പഠനം നിർത്തിയവനാ ഞാൻ. 300 രൂപ ട്രഷറിയിൽ കെട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പൈസ ഇല്ലാതെ എൻ്റെ 2 സുഹൃത്തുക്കൾ കൃഷ്ണകുമാർ, കരുണാൽ 2 സുഹൃത്തുക്കൾ സർട്ടിഫിക്കറ്റ് വാങ്ങി തന്നെ. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാൻ പോയി തിരുപ്പൂർ എന്ന ബനിയൻ കമ്പനി പണിയെടുത്തും ചായക്കടയിൽ പണിയെടുത്ത സമയത്തും ഈ ഇൻഡസ്ട്രിയിൽ ഈ മാനേജ്മെന്റ് കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുകയും ആത്മാർത്ഥമായി ആരെയും പറ്റിക്കാതെയും ആരോടും നുണ പറയാതെയും ആരോട് കളവ് പറയാതെയും ആരെയും ബോധ്യപ്പെടുത്താതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. നിങ്ങളോടും പറയുന്നു, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഒറ്റ നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വിശ്വാസമുണ്ടോ, ഇറങ്ങി തിരിച്ചോ. ഒരാളെയും വിശ്വസിക്കേണ്ട, ഒരാളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വരണ്ട. നിങ്ങൾക്ക് നിങ്ങളോട് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങളെ മാത്രം മുതൽക്കൂട്ടി വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം വലുതാക്കിക്കൊണ്ട് ഇറങ്ങി തിരിച്ചോ. അങ്ങനെ സ്വപ്നം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് 5 minutes 2 minutes ഇന്ന് അമ്മ കൂലിപ്പണിക്ക് പോയ സ്ഥലം, എൻ്റെ അമ്മ കൂലിപ്പണിക്ക് എവിടെയൊക്കെ, എൻ്റെ അമ്മ ഏതെല്ലാം പാടത്ത് ഏതെല്ലാം പറമ്പിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ ആ പറമ്പ് മുഴുവൻ സ്വന്തക്കാരി ഇന്ന് എൻ്റെ അമ്മയാ. കൊടക്കനാൽ അട്ടുവമ്പട്ടി എന്ന സ്ഥലത്ത്, തമിഴ്നാട്ടിലെ കൊടക്കനാൽ അട്ടുവമ്പട്ടി എന്ന സ്ഥലത്ത് തൈലമരം കയറി തൈലത്തിന്റെ ഇല വെട്ടി ബയലറിൽ കാച്ചി വിറ്റത് എൻ്റെ അച്ഛൻ. ആ കൊടക്കനാലിലെ എൻ്റെ അച്ഛൻ തൈലമരം വെച്ച സ്ഥലം ഇന്ന് സ്വന്തക്കാരൻ എൻ്റെ അനിയനാ. അച്ഛൻ പണിയുടെ സ്ഥലത്തിന് ഞാൻ കോത്തഗിരി എന്ന സ്ഥലത്ത്, തമിഴ്നാട് നീലഗിരി ജില്ലയിൽ ഊട്ടി കോത്തഗിരി എന്ന സ്ഥലത്ത് ചായക്കട പണിയിൽ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മാവനായിരുന്നു. എന്നെങ്കിലൊക്കെ ബുക്ക് വാങ്ങാൻ പൈസ തരുമായിരുന്നു. എല്ലാ വർഷവും സ്കൂൾ പൂട്ടുന്ന സമയത്ത് എല്ലാ ആനുവൽ വെക്കേഷനും ചായക്കടയ്ക്ക് പണിക്ക് പോകും. അങ്ങനെ 10-12 വർഷം എന്നെ പഠിപ്പിച്ച അമ്മാവൻ ആ ചായക്കടയിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ 4 വർഷം. ഇന്ന് അതേ ചായക്കട അമ്മാവൻ പണി നിർത്തിക്കൊണ്ട് നീലഗിരി ഊട്ടിയിൽ നിന്നും വരുന്ന പച്ചക്കറി, കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, വെളുത്തുള്ളി ഏറ്റവും കൂടുതൽ മേട്ടുപ്പാളയം മാർക്കറ്റിൽ കച്ചവടം നടക്കുന്നത് എൻ്റെ തോട്ടത്തിൽ നിന്നാണ്. ഊട്ടിയിൽ നിന്ന്